പെൺകുട്ടികളുള്ള അച്ഛനും അമ്മയും തീർച്ചയായിട്ടും സിനിമ കാണണം. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്നൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞു തരുന്നൊരു സിനിമയാണ്. ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ ട്രെയിലർ കണ്ട എല്ലാവർക്കും ഈ സിനിമ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഞാനും ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് സിനിമ ആദ്യ ദിവസം തന്നെ പോയി കണ്ടത്. സിനിമയുടെ ചെറിയൊരു ഭാഗമാണ് ട്രെയിലറായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അത് വളരെ വിശദമായിട്ട് 2 മണിക്കൂർ ഗംഭീരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ സിനിമയുടെ സംവിധായകൻ ക്രിസ്റ്റോ ടോമിക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയിലെ കഥാപശ്ചാത്തലം കുട്ടനാടാണ്. കുട്ടനാടിന്റെ ഭംഗി നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടനാട് നിവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതായത് മഴക്കാലത്ത് അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ സർക്കാരിനോ മറ്റുള്ള ആളുകൾക്കോ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊന്നും ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം അത്രയേറെ ബുദ്ധിമുട്ടുന്ന ഒരു നിവാസികളാണ് കുട്ടനാട് നിവാസികൾ. കുട്ടനാട് മാത്രമല്ല, വെള്ളം കയറുന്ന മഴക്കാലത്ത് വെള്ളം കയറുന്ന പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന കഥ കൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ സിനിമയിലെ കഥ നോക്കുകയാണെങ്കിൽ നായികക്ക് ഒരു പ്രണയമുണ്ട്. ആ പ്രണയം വീട്ടുകാരെ അറിയുന്നു. വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം നായികക്ക് വേറൊരു വിവാഹം കഴിക്കേണ്ടി വരുന്നു. ആ വിവാഹ ബന്ധത്തിൽ അത്ര സന്തോഷവതിയല്ല നായിക. ഇതിനിടയ്ക്ക് നായികയുടെ പഴയ പ്രണയം പുനർജനിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കുട്ടനാടാണെന്ന് പറഞ്ഞു. കുട്ടനാട് മഴക്കാലക്കെടുതിയിലാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. ഈ സമയം പ്രശാന്ത് മുരളി, അതായത് പാർവതിയുടെ ഭർത്താവ്, രോഗബാധിതനായിട്ട് മരണപ്പെടുകയാണ്. അതേസമയം തന്നെ ഇപ്പുറത്ത് പാർവതി പ്രഗ്നന്റ് ആവുകയാണ്. 2 സംഭവങ്ങളാണ് സിനിമ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു പോകുന്നത്. നായികയെ എത്തുന്നത് പാർവതിയാണ്. പാർവതിയുടെ ഭർത്താവായി എത്തുന്നത്, അതായത് അറേഞ്ച്ഡ് മാരേജിലൂടെ ഭർത്താവായി എത്തുന്നത് പ്രശാന്ത് മുരളിയാണ്. അതുപോലെ തന്നെ കാമുകനായി എത്തുന്നത് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള അർജുൻ രാധാകൃഷ്ണനാണ്. സിനിമയിലെ ഭർത്താവിന്റെ അമ്മയുടെ വേഷത്തിലെത്തുന്നത് നമ്മുടെ ഉർവശിയാണ്. ഉർവശിയും പാർവതിയും പ്രധാന ഹൈലൈറ്റ് ഇത് തന്നെയാണ്. ഇവരുടെ അഭിനയമാണ് എടുത്തു പറയേണ്ടത്. അഭിനയ മികവ് കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമ, അതാണ് ഉള്ളൊഴുക്ക്. വളരെ ഗംഭീരമായിട്ട് തന്നെ എല്ലാ ഭാഗവും ഗംഭീരമായിട്ട് അച്ചടക്കത്തോടു കൂടി സംവിധാനം ചെയ്തിട്ടുള്ള ക്രിസ്റ്റോ ടോമി അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നാഷണൽ അവാർഡ് വിന്നറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവ് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. ഈ സിനിമ ഒരുപാട് വലിയ സിനിമയാണെന്നും അവകാശപ്പെടുന്നില്ല, അങ്ങനെ ഒരു സിനിമയുമല്ല. പക്ഷെ നമ്മുടെ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ഒരു മെസ്സേജ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് എങ്ങനെയാവണം, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെയാവണം മാതാപിതാക്കൾ എന്നൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സിനിമയിൽ ഭർത്താവായി വരുന്ന പ്രശാന്ത് മുരളിയും അതുപോലെ തന്നെ അർജുൻ രാധാകൃഷ്ണനും അതുപോലത്തെ പാർവതിയും ഉർവശി എല്ലാം തന്നെ ഗംഭീരമായിട്ടുണ്ട്. പാർവതിയുടെ മാതാപിതാക്കളായിരുന്ന അലൻസിയറും കൂടെയുള്ള സ്ത്രീയൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അവരുടെ ഭാഗം അടിപൊളിയായിട്ട് അഭിനയിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഉർവശിയുടെ സെന്റിമെന്റ്സ് സീനൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഉർവശി കാണിച്ചു തന്നിട്ടുണ്ട്. പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ കരയേണ്ട അവസ്ഥയും സിനിമയിലുണ്ട്. സിനിമ കഥ പറയുന്ന രീതിയും നമുക്ക് പറഞ്ഞ് മനസ്സിലേക്ക് തരുന്ന സന്ദേശവും എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ട്. സിനിമ കാണാത്തവർ എന്തായാലും പോയി കാണാം. എല്ലാ ഭാഗവും അടിപൊളി തന്നെയാണ്. കാണാത്തവർ എന്തായാലും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ള താഴ്ന്ന കമന്റ് ചെയ്യുക. കാരണം റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ആളുകൾ ജസ്റ്റ് കമന്റ് നോക്കുകയാണെങ്കിൽ കണ്ടവരുടെ കമന്റ്സ് കൂടി നോക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടി ഒരു കോൺഫിഡൻറ്റ് ആവും. അതുകൊണ്ടാണ് പറയുന്നത്, കണ്ടവർ താഴ്ന്ന കമന്റ് ചെയ്യുക. മറ്റു ദിവസം മറ്റു വീഡിയോ മേക്കണം. അതിരിക്കും. ബൈ ബൈ.